തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനാ ദിനത്തിലും തർക്കം തീരാതെ മുന്നണികൾ. പലയിടങ്ങളിലും വിമതരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് UDF. തർക്കം തീർക്കാൻ KPCC തന്നെ നേരിട്ടിറങ്ങേണ്ട സാഹചര്യമാണുള്ളത്. തൃശൂർ കോർപ്പറേഷനിൽ LDFിലും കലഹം തുടരുകയാണ്. കേരള കോൺഗ്രസ് എം 3 സ്വന്തമായാണ് മത്സരിക്കുന്നത്. പാലക്കാട് CPM മുന്നണി മര്യാദ പാലിച്ചില്ലെന്ന് കാട്ടി CPI പലയിടത്തും ഒറ്റയ്ക്ക് മത്സരിക്കും. വിവിധയിടങ്ങളിൽ നിന്ന് വിവരങ്ങൾ വിശദമായി തന്നെ നോക്കാം. തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായന്തോട്, കൊച്ചിയിൽ നിന്ന് സിജോ വർഗീസ്, കോഴിക്കോട് നിന്ന് മുഹമ്മദ് അസ്ലം എന്നിവർ വിവരങ്ങൾ നൽകും. വിജിൻ വായന്തോടിലേക്ക് ആദ്യം. വിജിൻ, തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ എല്ലാ മുന്നണികളിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. പക്ഷേ നാമനിർദ്ദേശ പത്രിക പൂർത്തിയായിട്ടും പരിഹരിക്കപ്പെടാതെ കലഹം തുടരുന്നത് എല്ലാ മുന്നണികൾക്കും അത് ബാധകമാണോ? എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ നിലവിൽ? ജിൽസി, എന്തായാലും ഈ LDFിനെ സംബന്ധിച്ചിടത്താണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ തരത്തിലുള്ള വിമത ഭീഷണി, അത് വലിയ തലവേദനയായി മാറുന്നത്. സാധാരണഗതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ എതിർശബ്ദങ്ങളൊക്കെ ഉയരുന്ന സാഹചര്യം LDFിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത്തവണ അത് നേരിട്ട് സ്ഥാനാർത്ഥി ആയി ആളുകൾ രംഗത്തെത്തുന്നു. അതിൽ നിന്ന് പിന്മാറ്റാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉള്ളൂർ വാർഡിലെ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഉള്ളൂർ വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. ദീർഘകാലം CPM ലോക്കൽ കമ്മിറ്റി അംഗവും ഒപ്പം തന്നെ ദേശാഭിമാനിയുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ഒക്കെയായി പ്രവർത്തിച്ച ശ്രീകണ്ഠനാണ് നിലവിൽ അവിടെ സ്ഥാനാർത്ഥിയായി ഇപ്പോഴും നിൽക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനെതിരെ രൂക്ഷമായ വിമർശനമൊക്കെ ഉയർത്തിയായിരുന്നു ശ്രീകണ്ഠൻ സ്ഥാനാർത്ഥിയാകും എന്നുള്ള പ്രഖ്യാപനം നടത്തിയത്. പാർട്ടി പലതവണ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തെങ്കിലും പക്ഷേ സ്ഥാനാർത്ഥിയാകാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ ശ്രീകണ്ഠൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹം ഉള്ളൂർ വാർഡിൽ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ചെമ്പഴന്തിയിൽ ആനി അശോകൻ എന്നുള്ള മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇതേപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രനെതിരെ ആരോപണം ഉന്നയിച്ച് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും അവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാച്ചാണിയിൽ നട്ടയം സതീഷ് എന്ന പേരിലുള്ള റിബലാണ് നിലവിൽ LDFിന് തലവേദനയാകുന്നത്. ഒപ്പം തന്നെ KV മോഹനൻ, വാഴോട്ടുകോണത്ത് KV മോഹനൻ മുൻ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. ഇദ്ദേഹം ഈ കൊട്ടേഷൻ സംഘങ്ങൾ ഉൾപ്പെടെയുള്ള അതിന്റെ നേതാക്കളെ സ്ഥാനാർത്ഥിയാക്കി എന്നുള്ള വിമർശനം ഉന്നയിച്ചാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ഇവരെയും അനുനയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ UDFിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ തന്നെ 3 റിബൽ സ്ഥാനാർത്ഥികൾ